എല്ലാ കൂട്ടുകാർക്കും മാർമേളോവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് നേരുന്നു. എല്ലാവരും ക്രിസ്മസിന്റെ ഒരുക്കങ്ങളായിട്ട് നടക്കുവാണ്. ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മുള അതുപോലെ തന്നെ ഈറ്റ എന്നുകളെ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പണ്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ടാക്കുക, ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ഉണ്ടാക്കാറുണ്ട്, ഇല്ലെന്നല്ല. ഇപ്പം പണ്ട് കറണ്ട് ഇല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിലേക്കാളും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അന്നേരം അതിൻ്റെ അകത്ത് നമുക്ക് വെളിച്ചത്തിന് പകരം ഒന്ന് ലൈറ്റിന് പകരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളക്കാണ് വെക്കുന്നത്. മണ്ണെണ്ണ വിളക്ക് വെച്ചിട്ട് അത് വെച്ച് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ പോലെ ഓട്ടോമാറ്റിക് സിസ്റ്റം ഒക്കെ ആയിട്ട് ലൈറ്റ് കത്തുകയും കിടുകയൊക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റം അന്നും ഉണ്ടായിരുന്നു. അന്ന് ഈ മണ്ണെണ്ണ വിളക്കിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നിട്ടിരിക്കുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഇപ്പോൾ സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന മുളയാണ്. മുളയുടെ ഈ പച്ച നിറത്തിലുള്ള ഈ മുളയാണ്. അത്യാവശ്യം നല്ല നീളത്തിലുള്ള മുളയാണ്, കണ്ടില്ലേ. ഇതിപ്പം ആവശ്യാനുസരിച്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്കത് സൈസാക്കി എടുക്കണം. ഇത് നടുവേന്ന് കീറിയൊക്കെ എടുക്കണം. ഇപ്പം ഒരു പക്ഷേ എൻ്റെ നീളം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം. ഇവിടുന്ന് ഈ ഭാഗം ഉണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ കീറി എടുക്കണം. അതെങ്ങനെയാണെന്നിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 2.5 അടി നീളത്തിൽ 1, 2, 3, 4 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 പീസാക്കിയിട്ടുണ്ട്. ഇത് വെച്ച് ഇനിയിപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ ഈ കണ്ടോ, ഈ ഒരു വശം കണ്ടോ, അതായത് ഇതുപോലെ ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ലെവലാക്കി സൈസാക്കി എടുക്കണം. അങ്ങനെ എടുക്കാം. ഇവിടുന്ന് ഇതിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇതൊരു മടാളിൻ്റെ ഒരു പീസ് വെച്ചിട്ട് കെട്ടി വാക്കത്തിൻ്റെ പീസ് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് നമുക്ക് അടിച്ച് എടുക്കാം. ഇതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതാ നല്ല ബലമുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കീറി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു 5-6 പീസ് 10 പീസെങ്കിലും വേണം അതുപോലെ കട്ട് ചെയ്തെടുക്കാം. നല്ല സൈസാക്കിയിട്ട് ഒരു വീതി കുറച്ചിട്ട് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു സൈസിലാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 10 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം അതിൻ്റെ എൻ്റെ വശം കണ്ടല്ലോ, ഇവിടെ ചെറിയൊരു സ്ലോപ്പ് പോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. വണ്ണം കുറച്ചാണ് എടുത്തിരിക്കുന്നത്, കണ്ടില്ലേ. ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 2 സൈഡിലും ആയിട്ടാണ് 10 എണ്ണം ഉണ്ട്. 10 പീസാണ് നമുക്ക് ഇതുപോലെ വേണ്ട. ആ ഒരു സൈസിൽ 10 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഞാൻ സ്റ്റാറിൻ്റെ ഒരു സൈഡിലത്തെ വശം ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഓരോ എൻഡ് ഭാഗം നമുക്ക് തന്നെ ഈ എൻഡ് ഭാഗം ഉണ്ടല്ലോ, ഇവിടെയൊക്കെ നമ്മൾ റബ്ബർ ബാൻഡ് വെച്ച് ചുറ്റി വെക്കണം. ഇതിൻ്റെ ഓരോ വശങ്ങളും ഇങ്ങനെ റബ്ബർ ബാൻഡ് ചെയ്ത് ചുറ്റി വെച്ചിട്ട് വേണം നമുക്ക് അതുപോലെ ഇതുപോലത്തെ 2 സൈഡാണ് വേണ്ടത്. എന്നിട്ട് നമുക്കത് ജോയിൻറ്റ് ചെയ്ത് വെക്കണം. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് ചുറ്റി കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ ചുറ്റി എടുത്ത് ഉറപ്പിച്ചുള്ള ടൈറ്റാക്കി കാണാം, പൊട്ടിപ്പോകാത്ത രീതി വേണം. 3-4 റബ്ബർ ബാൻഡ് വെച്ച് നമുക്ക് ചുറ്റി വെക്കണം. ഇതുപോലെ ഉണ്ടോ, ഇങ്ങനെ ചുറ്റി വെക്കണം. ഉണ്ടോ, ഇതിൻ്റെ ഈ അടിവശം നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഇങ്ങനെ വീതി കൂട്ടുകയും വീതി കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പാങ്ങനുസരിച്ച് നമുക്ക് ചെയ്യാൻ ഒരു പരിധി വരെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് അടുത്ത ഭാഗം റബ്ബർ ബാൻഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഭാഗം റബ്ബർ ബാൻഡ് ചെയ്ത് വെക്കുക. ഇങ്ങനെ അതുപോലെ തന്നെ റബ്ബർ ബാൻഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആ ഭാഗം കൂടെ ഒന്ന് അടിപൊളിയാക്കി വെക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ലാസ്റ്റത്തെ പീസാണത്, നമുക്ക് 5ാമത്തെ പീസ്. അത് നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ ജോയിൻ ഇപ്പോൾ അതിൻ്റെ സ്റ്റാറിൻ്റെ രൂപം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഈ ഒരു എൻ്റെ കൂടെ കഴിഞ്ഞു.
ഈ ഒരു വശം കൂടെ ഒന്ന് കണ്ടില്ലേ. ഇനിയിപ്പം ഇതിൻ്റെ ഈ ഒരു ഭാഗമുണ്ടല്ലോ, ഇവിടെയൊക്കെ നമുക്ക് റബ്ബർ ബാൻഡ് ചെയ്ത് ടൈറ്റ് ആക്കി കൊടുക്കാം കേട്ടോ. ഇമ്മന്തേ ഇതുപോലെ ഇങ്ങനെ ചുറ്റെടുക്കുക, ഒരു റോപ്പിൻ്റെ രീതിയിൽ ഉണ്ടോ, ഇതുപോലെ ഇങ്ങനെ എടുക്കുക. ഇതിൻ്റെ ഈ വശം അങ്ങനെ ഓരോ കോണും ഇതുപോലെ ഇങ്ങനെ ഓരോ വശം നമുക്ക് റബ്ബർ ബാൻഡ് വെച്ചിട്ട് കെട്ടി വെക്കണം. അപ്പോൾ ഇതിൻ്റെ എല്ലാ വശങ്ങളും തേണ്ടേ റബ്ബർ ബാൻഡ് വെച്ച് എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ ഓരോ വശങ്ങളും നല്ല ടൈറ്റാക്കി കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആകുമ്പോൾ അതിൻ്റെ അടുത്ത വശം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കണ്ടോ. അപ്പം ഒരേപോലെ തന്നെ രണ്ട് സൈഡും റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ തന്നെ ഒരേപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കണം. കറക്റ്റ് ലെവലിലായിരിക്കണം അത് ചെയ്യേണ്ടത്. എന്നെങ്കിലുള്ള നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനിയും നമുക്ക് ഇത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം എല്ലാം ജോയിൻറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കണം. ഇത് ജോയിൻറ്റ് ചെയ്ത പോലെ തന്നെ ഈ രണ്ടും കൂടെ കൂട്ടി ജോയിൻറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ ചെയ്യണം. അതായത് നമുക്കിത് റബ്ബർ ബാൻഡ് എടുത്തിട്ട് നല്ല കട്ടിയിൽ റബ്ബർ ബാൻഡ് എടുക്കണം. 3-4 റബ്ബർ ബാൻഡ് ഒരുമിച്ച് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി വെക്കണം. അതായത് പോലെ ഇങ്ങനെ. ഇനിയിപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതുപോലത്തെ 5 പീസ് എടുത്തിട്ടുണ്ട്. നീളത്തിൽ ഒരു 6 ഇഞ്ചോളം നീളത്തിൽ ഞാനത് കട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫിറ്റ് ചെയ്യണം. കാരണം വെച്ചാൽ ഇവിടെ 1, 2, 3, 4, 5 ഈ 5 വശത്തും നമ്മൾ ഈ ഒരു പീസ് ഇങ്ങനെ ഹൈറ്റ് കൂട്ടി വെക്കണം. ഇതുപോലെ ഇങ്ങനെ ഇത് ഉണ്ടോ. കൊണ്ടിട്ട് 5 വശത്തായപ്പോൾ ഉണ്ടോ അല്ലേ, തീയൊരു അളവിന് തന്നെ കിട്ടിയിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ ഇതിലോട്ട് പേപ്പറൊക്കെ ഒട്ടിച്ച് ശരിയാക്കി എടുക്കണം. അന്നേരം നമുക്ക് വിളക്ക് വെക്കാൻ വേണ്ടി ഒരു വശം ഇത് ഒരു കാല് ഊരി മാറ്റി ഒന്ന് ചെയ്യണം. അത് നമുക്ക് ആ ലൂസുള്ള ഭാഗത്തെ ഊരി മാറ്റിയാലും പ്രശ്നമില്ല. ഇതിപ്പോൾ മാറ്റിയാലും കുഴപ്പമില്ല. ഇതിലേക്കൂടെ നമുക്ക് വിളക്ക് വെക്കാനുള്ളൊരു സംവിധാനമാവും. ഇനി നമുക്ക് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ ഒട്ടിക്കണം. അതിന് നമുക്ക് കളർ പേപ്പർ എടുക്കണം. കളർ പേപ്പറാണ് ഇത് ഒട്ടിക്കാൻ പോകുന്നത്. ഈ റെഡ് കളറുള്ള പേപ്പറാണ് ഒട്ടിക്കുന്നത്. ഇവിടെയായിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഇങ്ങനെ ഒട്ടിച്ച് ടൈറ്റായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു സൈഡ് ഓരോ സൈഡ് ഇങ്ങനെ ഒട്ടിച്ച് പോകും കേട്ടോ. അതാണ് നല്ലത്. ഇങ്ങനെ കനം കുറഞ്ഞ പേപ്പറായതുകൊണ്ട് ചിലപ്പം കീറിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സൂക്ഷിച്ച് വേണം ഒട്ടിക്കാൻ. ഇപ്പം ഇത്ര ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ വശമില്ലേ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അത് നമുക്ക് എന്തെങ്കിലും ബ്ലേഡ് വെച്ചിട്ടോ എന്തെങ്കിലും കട്ട് ചെയ്യണം. നമുക്ക് ഇതൊരു ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. അതാകുമ്പോൾ ഇനി ഞാനിവിടെ ഓറഞ്ച് കളറാണ്. ഈ നമ്മൾ ഓരോ കാലിൻ്റെ വശത്തും ഓരോ വശമില്ലേ ഇവിടെ നമുക്ക് ഈ ഓറഞ്ച് കളറാണ് കൊടുക്കാൻ പോണേ. ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. സ്ഥലത്ത് വശത്തിൽ വലിച്ച് ഒട്ടിച്ചു വെക്കണം.
ഓരോ സൈഡ് നമുക്ക് ഇങ്ങനെ പശ വെച്ച് ഒട്ടിച്ച് കൊടുത്ത് ടൈറ്റായിട്ട് ഉള്ള ഇച്ചിരി സമയം എടുക്കുന്ന പരിപാടിയാണ്. എന്തായാലും നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരു പരിപാടി കൂടെ. അപ്പോൾ സ്റ്റാറിൻ്റെ 2 വശം പൊട്ടിച്ചിട്ടുണ്ട്. എല്ലാം ഫുള്ളെല്ലാം വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഈ സൈഡിൽ കൂടെ ഞാനൊരു മഞ്ഞ കളറുള്ള എഡ്ജൊക്കെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ 2 സൈഡും പൊട്ടിച്ചിട്ടുണ്ട്, എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ആണ് നമ്മുടെ സ്റ്റാറിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന മണ്ണെണ്ണ വിളക്ക്. ഇതാണ് അതിൻ്റെ ഉള്ളിലോട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് നമ്മളതിൻ്റെ അത്ര ഇറക്കി വെക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെമ്പ് കമ്പി ഉണ്ട് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നാട്ടി വെക്കാവുന്ന രീതിയിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് അതിനകത്തിട്ട് ഇങ്ങനെ നാട്ടി ഇറക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ഇപ്പോൾ ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലിങ്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലെ തകിട് എടുത്തിട്ടുണ്ട്. ഈ തകിട് ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ വളച്ച് വെച്ചിട്ടുണ്ട്. അന്നേരം ഇപ്പോൾ ഇതിൻ്റെ തിരി കുറച്ച് ഇതേ മേലോട്ട് ഇങ്ങനെ തള്ളി നല്ല വണ്ണത്തിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഇതിലോട്ട് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് തീ കൊളുത്തണം. തീ കൊളുത്തുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അതിൻ്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വിളക്ക് ഇതിൻ്റെ അകത്തോട്ട് ഉള്ളിലോട്ട് ഇറക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇരിക്കുന്നത് കാണാമല്ലോ. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ മേളിലോട്ട് ഇതുപോലെ ഒരു മരത്തിൻ്റെ പീസ് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അകത്തോട്ട് ഈ ചെമ്പ് കമ്പി ചുറ്റി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. നല്ല സ്ട്രോങ് ആയിട്ട്. ഇനിയിപ്പോൾ നമുക്കത് തീ കൊളുത്തണം. തീ കൊളുത്തിയിട്ട് വേണം നമുക്ക് ഉള്ളിലോട്ട് ഇറക്കി വെക്കാൻ. ഇനി ഇതിൻ്റെ അകത്തിട്ട് ഞാൻ വിളക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്, മണ്ണെണ്ണ വിളക്ക്. അതല്ലേ, അത് നല്ല ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇത് സൈഡ് വ്യൂവിലോട്ട് ഇങ്ങനെ കാണുന്നുണ്ട്, കണ്ടല്ലേ. ഇപ്പോൾ നമ്മുടെ സ്റ്റാർ, ഓട്ടോമാറ്റിക് സ്റ്റാർ, വിളക്ക് കൊണ്ട് കത്തിക്കുന്ന ഓട്ടോമാറ്റിക് സ്റ്റാർ ഇതേതാ നല്ല അടിപൊളിയായിട്ട് നല്ല തെളിഞ്ഞ് വന്നിരിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെയാണ് നേരത്തെ കറണ്ട് ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് സ്റ്റാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ബെല്ലൈക്കൻ അമർത്തിക്കെങ്കിൽ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇട്ട് വരുന്നതായിരിക്കും. അന്നേരം ഏവർക്കും ഹാപ്പി ക്രിസ്മസ് നേരുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.